പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിലിട്ടു, ആ വെള്ളം പേർപ്പിൾ കളറായി, ആ വെള്ളം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് അടുത്ത ബിക്കറിൽ ഒഴിച്ചു വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് അൾട്ടിമേറ്റ്ലി നമുക്ക് കുറേ വെള്ളത്തിൽ, അതായത് 100 liters ഓഫ് ബീക്കറിൽ ഒഴിച്ചാലും there will be a slight purple color which shows that particles are very very small. Now space എങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ മ്യൂട്ട് ചെയ്യാമോ എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. അപ്പോൾ സ്പേസ് ലെവൽ എന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടേ? വാട്ടർ ആൻഡ് ഷുഗർ ലെവൽ. വെള്ളം ഒരു സിലിണ്ടറിൽ എടുത്തു, ലെവൽ നോക്കി, എന്നിട്ട് ഷുഗർ അതിലിട്ടു, എന്നിട്ട് ഡിസോൾവ് ചെയ്യിപ്പിച്ചു, അപ്പോഴും നമ്മൾ ലെവൽ നോക്കി. ലെവൽ ഹാസ് നോട്ട് ചേഞ്ച്. നമ്മളൊരു കഥ വെച്ചിട്ടാണ് പറഞ്ഞത്, ആ മറ്റേ ടീച്ചറെ കുട്ടികളെ കൊണ്ട് മറ്റേ കല്ലിടിപ്പിക്കുന്നത് മണ്ണിടിപ്പിക്കുന്നത്. സോ ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ഇതിൻ്റെ ഇടയിൽ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ട്. നൗ ഗ്യാസിന് സ്പേസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്, അതേസമയം സോളിഡ്സിന് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതിപ്പോൾ ഞാൻ ചോദിക്കൂട്ടോ. ഇനി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവാൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്യാസസിന് കൂടുതൽ ഫ്രീഡം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടേ? ഡിഫ്യൂഷൻ ഇസ് ദ ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ്. അതെന്തുകൊണ്ടാണ് നടക്കണേ? രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഡിഫ്യൂഷൻ നടക്കണേ. ഒന്ന്, പാർട്ടിക്കിൾസിനിടയിൽ സ്പേസ് ഉണ്ട്, രണ്ട്, പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്. ഇനി 3 പേരുടെ ഡിഫ്യൂഷൻ ഉണ്ട്. എന്തൊക്കെയാ അത്? ഗ്യാസിൻ്റെ ഡിഫ്യൂഷനും ലിക്വിഡിൻ്റെ ഡിഫ്യൂഷനും സോളിഡിൻ്റെ ഡിഫ്യൂഷനും. ഗ്യാസിന് കമ്പാരിറ്റീവ്ലി ഈസിയർ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ സ്പേസ് കൂടുതൽ വേണം, ഈ പാർട്ടിക്കിൾസ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം. ഇത് രണ്ടും ഗ്യാസിന് ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ട്. ഫാസ്റ്റായിട്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണേ, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഫുഡിൻ്റെ മണം ദൂരേക്ക് എങ്ങനെയാണ് വരണേ? ഈ മറ്റ് ചന്ദനത്തിരിയുടെ മണം ദൂരേക്ക് എങ്ങനെയാണ് വരണേ? പെർഫ്യൂമിൻ്റെ മണം ദൂരേക്ക് എങ്ങനെയാണ് വരണേ? ബിക്കോസ് പെർഫ്യൂമിൻ്റെ പാർട്ടിക്കിൾസ് മിക്സ് വിത്ത് ദ ഗ്യാസ് പാർട്ടിക്കിൾസ്. പെർഫ്യൂമിൻ്റെ സ്മെല്ലുള്ള പാർട്ടിക്കിൾസ് ദേ intermix and diffuse with the air particles and they continue to move because of diffusion and ultimately when they reach our nose we get food. ഇതിൽ തന്നെ ഒരു കാര്യം നോക്കിയത്, ഹോട്ട് ആയിട്ടുള്ള ബിരിയാണിയുടെ മണം we will get far off. Why is that so? Because ഹീറ്റ് വന്നാൽ, ഹോട്ട് ആണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. ഈ മൂവ്മെൻറ്റ് കാരണമുള്ള എനർജി ഭയങ്കര കൂടുതലാണ്. സോ ഫാസ്റ്ററായിട്ട് ഡിഫ്യൂഷൻ നടക്കും. ഇറ്റ് വിൽ ബി ലൈക്ക് ഈ LKG പിള്ളേരുണ്ടെന്ന് വിചാരിച്ചോ, LKG പിള്ളേർ കൈ പിടിക്കാണ്ട് ഒരു റൂമിലുണ്ടെന്ന് വിചാരിച്ചോ, നമ്മളുടെ അടുത്ത് റെഡി അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെല്ലാവരും പതുക്കെ നടക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് എനർജി കൊടുത്തിട്ട് റെഡി സ്റ്റഡി ഗോ എല്ലാവരും ഓടിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടപ്പട്ടേന്ന് ഓടും. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ദ മിക്സിങ്? റെഡ് കളർ ഡ്രസ്സും ബ്ലൂ കളർ ഡ്രസ്സിൻ്റെ മിക്സിങ് എങ്ങനെയായിരിക്കും? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഫാസ്റ്റർ. മോർ എനർജി ഈസ് പ്രൊവൈഡഡ്, ഫാസ്റ്റർ മിക്സിങ് വിൽ ഹാപ്പൻ. അപ്പോൾ അവരുടെ എനർജി ഓൾസോ കൂടുതലായിരിക്കും, കൈനറ്റിക് എനർജി ഓൾസോ കൂടുതലായിരിക്കും. നൗ ലിക്വിഡിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഡിഫ്യൂഷനിൽ ലിക്വിഡിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ ഡിഫ്യൂഷൻ നമ്മൾ കുറേ തവണ നോക്കി. കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറാണ്. ഒരു സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽ ഇട്ട് കഴിഞ്ഞാൽ ഷുറെന്ന് പറഞ്ഞിട്ട് അത് ഡിഫ്യൂസ് ചെയ്യും. ഒബ്വിയസ്ലി ഹോട്ട് വാട്ടർ ആണെങ്കിൽ ഡിഫ്യൂഷൻ ഫാസ്റ്റർ ആയിരിക്കും. ബിക്കോസ് എനർജി മോറാണ്, ഫാസ്റ്റ് ആയിട്ടാണ് പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് വിച്ച് ഇന്റർമിക്സിങ് ഹാപ്പൻസ് വെരി വെരി ഫാസ്റ്റ്. നൗ സോളിഡിൻ്റെ ഡിഫ്യൂഷൻ എങ്ങനെയാണ്? സോളിഡിൻ്റെ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചോക്ക് എടുത്തിട്ട് ബോർഡിൽ എഴുതിയെന്ന് വിചാരിച്ചോളൂ. ചോക്ക് എടുത്തിട്ട് ബോർഡിൽ എഴുതിയിട്ട് കുറേ ദിവസം മായ്ക്കാണ്ടിരുന്നു എന്ന് വിചാരിച്ചോളൂ. കുറേ ദിവസം മായ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ട് അത് മായ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പാട് അതേപോലെ തന്നെ ഉണ്ടാവും. കുറേയെങ്കിലും നമുക്ക് മായ്ക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ചോക്കിൻ്റെ പാർട്ടിക്കിൾസ് ആർ ഗെറ്റിംഗ് ഡിഫ്യൂസ്ഡ് ഓൺ ടു ദ ബോർഡ്. ഓക്കെ, ഇവിടെ ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട്, സോളിഡ് ടു സോളിഡ് ഡിഫ്യൂഷൻ. അതുപോലെ രണ്ട് മെറ്റൽസിനെ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ടൈ ചെയ്ത് വെച്ചു എന്ന് വിചാരിച്ചോളൂ, കെട്ടിയിട്ടു എന്ന് വിചാരിച്ചോളൂ. ആഫ്റ്റർ ലൈക്ക് 2 or 3 years, അപ്പോൾ വീടൊക്കെ പണിയുമ്പോൾ ചിലപ്പോൾ ഇത് നടക്കും. വീടൊക്കെ പണിതിട്ട് വീടിന് കുറേ കാലം കഴിയുമ്പോൾ രണ്ട് മെറ്റൽസ് തമ്മിൽ ഇളക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ദാറ്റ് ഈസ് ബിക്കോസ് രണ്ട് മെറ്റൽസ് ഗെറ്റ് സ്ലോലി ഡിഫ്യൂസ്ഡ് എമംഗ് ഈച്ച് അതർ. ഓൾറൈറ്റ്, പക്ഷേ ദിസ് ഈസ് extremely slow. Why is diffusion very very slow in metals? It is so slow that we kind of feel that it is solids le diffusion illanu namukku thonum, പക്ഷേ ശരിക്കും ഉണ്ട്, it is very slow. Why? Because രണ്ട് കാര്യങ്ങൾ വേണം ഡിഫ്യൂഷന്. സ്പേസ് വേണം. സോളിഡിന് സ്പേസ് ഉണ്ടോ? തലേ ആട്ടയുടെ കുട്ടികളെ, തല ഇങ്ങനെ ആട്ട്, മ്യൂട്ടാണ്, അപ്പം ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഡിഫ്യൂഷന് രണ്ടാമത് വേണ്ടത് എന്താണ്? മൂവ്മെൻ്റ് ആണ്. മൂവ്മെൻറ്റ് ഉണ്ടോ സോളിഡ്സിന്? മൂവ്മെൻറ്റ് ഉണ്ട്, പക്ഷെ വെരി ഫീബിൾ ആണ്. വൈബ്രേഷൻസ് ആണ് ഉള്ളത്.
So it is very difficult for solids to actually get diffused even when very slow diffusion happens. Okay, ഇനി മൂവ്മെന്റ് ഉണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ വേറെ എന്താണുള്ളത്? ബ്രൗണിയൻ മൂവ്മെന്റ്. നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിൻസിനെ ഒക്കെ വാട്ടർ പാർട്ടിക്കിൾസ് പോയി ഇടിക്കുമ്പോൾ ആ ബ്രൗണിയൻ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ മൂവ് ചെയ്യണ കാണാം. അപ്പോൾ ഇടിക്കുന്ന പാർട്ടിക്കിളായ വാട്ടറിനെ നമുക്ക് കാണാൻ പറ്റില്ല. എയർ പാർട്ടിക്കിൾസ് ഡസ്റ്റിനെ വന്ന് ഇടിക്കുന്നുണ്ട്. ഡസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റും, എയർ പാർട്ടിക്കിൾസ് കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്ത പാർട്ടിക്കിൾസ് പോയി കാണാൻ പറ്റുന്ന പാർട്ടിക്കിൾസിനെ പോയി ഇടിക്കുമ്പോൾ കാണാൻ പറ്റുന്ന പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. അതിനെയാണ് ബ്രൗണിയൻ മോഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? കാണാൻ പറ്റാത്ത എയർ പാർട്ടിക്കിൾസ് ഉണ്ട്, ആ എയർ പാർട്ടിക്കിൾസ് കാണാൻ പറ്റുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ പോയിട്ട് ഇടിക്കും. they will collide with the particles which is actually visible, and this creates a movement in the visible particles, that is dust ആണെങ്കിലും pollen grains ആണെങ്കിലും. Such type of movement is known as Brownian movement, because of which we can understand that the particles are in motion. Okay, water particles which we cannot see are in motion എന്ന് നമുക്ക് മനസ്സിലാവും. Now fourth property is attraction. Attraction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ അട്രാക്ഷൻ, തമ്മിലുള്ള അട്രാക്ഷൻ സോളിഡിന് ഒബ്വിയസ്ലി ഭയങ്കര കൂടുതലാണ് ദാൻ ഗ്യാസസ്. അപ്പോൾ ഇത് കാരണമുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഗ്യാസിൽ ഇപ്പം രണ്ട് കുട്ടികൾ തമ്മിൽ കൈ പിടിച്ചിട്ട് നിൽക്കുകയെന്ന് വിചാരിച്ചോ. കൈ പിടിച്ചിട്ട് നിൽക്കുമ്പോൾ കുറച്ച് ദൂരത്തിലാണ് നിൽക്കണേ ആൻഡ് പതുക്കെയാണ് കൈ പിടിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ കൂടി നമുക്ക് കൈ മൂവ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ചെറിയ ഒരു ഫോഴ്സ് കൊടുത്താൽ തന്നെ വി ക്യാൻ മൂവ് ദം അപ്പാർട്ട്, റൈറ്റ്? നമുക്ക് ഇടയിൽ കൂടിയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ടുപേര് കെട്ടിപ്പിടിച്ച് നിന്നു എന്ന് വിചാരിച്ചോ, ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് നിന്നു എന്ന് വിചാരിച്ചോ, ക്യാൻ വി മൂവ് അവർ ഹാൻഡ്സ് ത്രൂ ദം, ഇൻ ബിറ്റ്വീൻ ദം? വി കാൺട്ട്. ഇതുപോലെയാണ് വാട്ടറിൽ നമുക്ക് കൈ മൂവ് ചെയ്യാൻ പറ്റും, എയറിൽ കൈ മൂവ് ചെയ്യാൻ പറ്റും. വൈ ഇസ് ദാറ്റ് സോ? ബിക്കോസ് ദർ ഇസ് സ്പേസ് ഇൻ ബിറ്റ്വീൻ ആൻഡ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ലെസ്, കുറവാണ്. ഇങ്ങനെ ദൂരെ നിന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കണമെന്നേ ഉള്ളൂ രണ്ടുപേര്. സോ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറവാണ്, സ്പേസ് കൂടുതലാണ്. സോ വി ക്യാൻ ഈസിലി മൂവ് അവർ ഹാൻഡ്സ് ത്രൂ ദ എയർ ഓർ വാട്ടർ. പക്ഷേ സോളിഡ്സിൽ എങ്ങനെയാണ്? ഒരു വുഡിൻ്റെ ഇടയിൽ കൂടിയിട്ട് കൈ മൂവ് ചെയ്യാൻ പറ്റുമോ? മെറ്റലിൻ്റെ ഇടയിൽ കൂടിയിട്ട് കൈ മൂവ് ചെയ്യാൻ പറ്റുമോ? വൈ ഇസ് ദാറ്റ് നോട്ട് പോസിബിൾ? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സാധാരണ എപ്പോഴും ചോദിക്കും. എന്തുകൊണ്ടാണ് അത് പറ്റാത്തത്? വൈ? ബിക്കോസ് ഇന്റർ പാർട്ടിക്കുലർ അട്രാക്ഷൻ ഇസ് വെരി വെരി ഹൈ and space is very very less. അതുകൊണ്ട് it requires, നിങ്ങൾക്ക് question ഉണ്ട്, it requires a karate expert to actually move his or her hand through the wood. Why is it so? There is a question in the text. അതിൻ്റെ ആൻസർ ഇതാണ്. ഇന്റർപാർട്ടിക്കുലർ സ്പേസ് വളരെ കുറവാണ് സോളിഡ്സിന് ആൻഡ് അട്രാക്ഷൻ ഇസ് വെരി വെരി ഹൈ. അത് ഈ രണ്ട് കാരണങ്ങളാണ് നമ്മൾ പറയേണ്ടത്. ഓൾ റൈറ്റ്, ഓക്കെ. ദൈത്യ മനസ്സിലായോ? ദൈത്യ എല്ലാവരും അവിടെ ഉണ്ടോ? ജോയിൻ ചെയ്തോ? ഇല്ല. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നോക്കാം. അപ്പോൾ ഇതിൽ തന്നെ അപ്പോൾ മൂവിങ് ഹാൻഡ്സിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും വരും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി എല്ലാവരും കാണിച്ച കഴിഞ്ഞ ദിവസം റിജിഡ് ആൻഡ് ഫ്ലൂയിഡ് എന്താണെന്നുള്ള സംഭവം പഠിക്കാനുണ്ട്. റിജിഡ് എന്ന് പറയുന്നത് എന്താണ്? സംതിങ് വിച്ച് ആക്ച്വലി മെയിൻറ്റെയിൻസ് എ ഷേപ്പ്. നമ്മൾ ഫോഴ്സ് കൊടുത്താലും ഇറ്റ് ഈസ് ആക്ച്വലി മെയിൻറ്റെയിനിങ് ഇറ്റ്സ് ഷേപ്പ്. അതിനെയാണ് നമ്മൾ സോളിഡ് എന്ന് പറയാം. അതേസമയം ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? സംതിങ് വിച്ച് ഫ്ലോസ്. ഗ്യാസും ലിക്വിഡും ഒക്കെ ഫ്ലോ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് സോളിഡ് അങ്ങനെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണേ? വൈ? ബിക്കോസ് പാർട്ടിക്കിൾസ് എല്ലാം അടുക്കി 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 അറേഞ്ച്ഡ് ആണ്. അടുക്കി 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 അറേഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക, കുറേ തീപ്പെട്ടിക്കൊല്ലി എടുത്തു എന്ന് വിചാരിച്ചോ. ഓക്കെ, മാസ്റ്റിക് എടുത്തു, എന്നിട്ട് നമ്മൾ അങ്ങ് ടൈറ്റായിട്ട് കെട്ടി വെച്ചു. സോ ദാറ്റ് സ്പേസ് എല്ലാം ഭയങ്കര കുറവാണ്, അട്രാക്ഷൻ ഭയങ്കര കൂടുതലാണ്. എന്നിട്ട് അതിനൊരു പാക്കറ്റിൽ ഇട്ടിട്ട് കൊണ്ടുപോയാൽ അതിൻ്റെ ഷേപ്പ് മാറുമോ? അതിൻ്റെ ഷേപ്പ് മാറില്ല. പക്ഷെ ലൂസായിട്ട് ഇട്ടിട്ട് ഞാനൊരു പാക്കറ്റിലിട്ടാൽ അതിൻ്റെ ഷേപ്പ് മാറില്ലേ? തമ്മിലുള്ളതിൻ്റെ ഷേപ്പ് മാറില്ലേ? ടോട്ടൽ ഷേപ്സ് മാറും. അതെങ്ങനെ അടുക്കി വെക്കണേ എന്നുള്ള ഷേപ്പ് മാറും. സോ ഇത്ര അടുക്കി വെച്ചു, ഇന്റർമോളിക്കുലർ ഫോഴ്സ് കൂടുതലാണെങ്കിൽ ടെൻസ് ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ഷേപ്പ്. കല്ലിൻ്റെ കാര്യം ടെൻസ് ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ഷേപ്പ്. അതേസമയം ഗ്യാസ് ഇസ് ഫ്രീ ടു ഫ്ലോ, ഇറ്റ് ഫ്രീ ടു മൂവ് അബൌട്ട്, ലിക്വിഡ് ഇസ് ഫ്രീ ടു മൂവ് അബൌട്ട്. സോ ഒബ്വിയസ്ലി സംതിങ് വിച്ച് ഫ്ലോസ് ഈസ് ഗ്യാസും ലിക്വിഡും ഫ്ലോ ചെയ്യും. അതിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയാം. സോ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഓക്കെ, കണ്ടെയ്നറിൻ്റെ ഏറ്റവും അടിഭാഗം, ഏറ്റവും ലോവർ പോർഷൻ ആയിരിക്കും ഓക്യുപ്പൈ ചെയ്യണം. ഓൾറൈറ്റ്. അതേസമയം ഗ്യാസിൻ്റെ പ്രത്യേകത ഇറ്റ് ഫിൽസ് ദി എൻറ്റയർ കണ്ടെയ്നർ. അതെങ്ങാനും കണ്ടെയ്നർ തുറന്നു വെച്ചില്ലെങ്കിൽ ഗ്യാസിന് പുറത്തേക്ക് പോകാനും
ഫെസിലിറ്റിയുടെ വൈ ബിക്കോസ് ഗ്യാസ് മോളിക്യൂൾസ് ആർ കംപ്ലീറ്റ്ലി ഇൻ മോഷൻ. ഇനി സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും വോളിയത്തിൻ്റെ ഡിഫറൻസ് എന്താണ്? വോളിയം ഓഫ് സോളിഡ് ഫിക്സ്ഡ് ആണോ അല്ലയോ? വോളിയം ഓഫ് സോളിഡ് ഫിക്സ്ഡ് ആണോ? ലിക്വിഡിൻ്റെ വോളിയം ഫിക്സ്ഡ് ആണോ? ഗ്യാസിൻ്റെ വോളിയം ഫിക്സ്ഡ് ആണോ? എല്ലാവരും ചാറ്റിലിട്ടെ. വോളിയം ദൈത്യ കേൾക്കണില്ല കേട്ടോ മോളെ. സോളിഡിന്റെ വോളിയം ഫിക്സ്ഡ് ആണ്. ഓക്കെ, സോളിഡിന്റെ വോളിയം ഫിക്സ്ഡ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലിക്വിഡ് ഒരു ലിറ്റർ മിൽമ കവർ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനിയിപ്പോൾ മിൽമ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കവർ 1 ലിറ്ററിന്റെ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം തുറന്ന് നോക്കുമ്പോൾ അത് 2 ലിറ്റർ ആവുമോ? എന്നാൽ നമ്മുടെ ജീവിതം എത്ര സുഗമമായിരുന്നു, ആണോ അല്ലയോ? അല്ലേ? അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കില്ല. 1 ലിറ്റർ മിൽമ കവർ എന്ന് പറയുന്നത് 1 ലിറ്റർ മിൽമ കവറാണ്. അത് കൂടുമില്ല കുറയുമില്ല. Okay, so volume of liquid is also fixed. It is just that its shape is not fixed. You got my point? Solid ആണെങ്കിലും liquid ആണെന്നുണ്ടെങ്കിലും volume is fixed. Solid ന്റെ shape is fixed. Liquid ന്റെ shape is not fixed. It takes the shape of the container. ഗ്ലാസ്സിൽ വെച്ചാൽ ഗ്ലാസ് പോലെ ഇരിക്കും, ബക്കറ്റിൽ വെച്ചാൽ ബക്കറ്റ് പോലെ ഇരിക്കും, അത്രേ ഉള്ളൂ. It just occupies the lowermost position possible. Liquid. ഗ്യാസിന് വോളിയവും ഫിക്സ്ഡ് അല്ല, ഷേപ്പും ഫിക്സ്ഡ് അല്ല. വലിയ ബലൂണിലിട്ടോ വലുതായി, ചെറിയ ബലൂണിലിട്ടോ ചെറുതായി എന്നുള്ളതാണ് ഗ്യാസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഷേപ്പ് ഇസ് ഓൾസോ നോട്ട് ഫിക്സ്, വോളിയം ഇസ് ഓൾസോ നോട്ട് ഫിക്സ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്താണ്? സ്പേസ്, എത്ര സ്ഥലം എടുക്കുന്നുണ്ട്. 10 പിള്ളേരെ നമ്മളൊരു ക്ലാസ് മുറിയിലിട്ടു എന്ന് വിചാരിച്ചോ, ആ 10 പിള്ളേരെ എത്ര സ്ഥലം ഓക്യുപ്പൈ ചെയ്തു, അതിനെയാണ് മൊത്തത്തിൽ എത്ര സ്ഥലം ഓക്യുപ്പൈ ചെയ്തു, അതിനെയാണ് വോളിയം എന്ന് പറയാം. ഐസ്ക്രീം നമുക്ക് ഒരു കപ്പിൽ എത്ര സ്ഥലം എടുത്തു, ദാറ്റ് ഈസ് വോളിയം. ഓൾറൈറ്റ്, അപ്പോൾ വോളിയം എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. വോളിയം ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. സോളിഡിലെ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഫിക്സ്ഡ് ആണ്, സോ സോളിഡിന്റെ വോളിയം ഫിക്സ്ഡ് ആണ്. ലിക്വിഡിലെ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് വോളിയം ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. ഗ്യാസിൽ പാർട്ടിക്കിൾസ് ആർ ഇൻ ഹൈ മോഷൻ. ഓക്കെ, ഭയങ്കര മോഷനിലാണ്, അതുകൊണ്ട് ദൂരേക്ക് പോവാം. ഇറ്റ് ക്യാൻ ആക്ച്വലി എന്താ പറയുക, വിട്ടിട്ട് ദൂരേക്ക് പോവാം. സോ ദ വോളിയം ഇസ് നോട്ട് ഫിക്സ്ഡ്. അതാണ് അതിൻ്റെ ഒരു കുട്ടൻസ്. മനസ്സിലായോ? ഇത്രയും സംഭവം മനസ്സിലായോ? വോളിയം ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ് നോട്ട് ഫിക്സ്ഡ്. ഇപ്പം കാണിക്കും ഫിക്സ്ഡ്, നോട്ട് ഫിക്സ്ഡ്. ഇതാണ് നമ്മുടെ സൈൻ. എന്നിട്ട് ഞാൻ പറയിപ്പിക്കും. ഓൾറൈറ്റ്, അപ്പോൾ വോളിയത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. വോളിയം ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. സോളിഡ്സിലെ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഫിക്സ്ഡ് ആണ്, അതേസമയം ലിക്വിഡ്സിലും ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ വോളിയത്തിന് ചേഞ്ച് ഇല്ല. പക്ഷേ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം വോളിയം ഇസ് നോട്ട് ഫിക്സ്ഡ്. ഇറ്റ് ടേക്സ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ. ഓക്കെ, നൗ അഗെയിൻ ഇനി ഫില്ലിംഗ് ദ കണ്ടെയ്നർ. നമ്മളൊരു സോളിഡിനെ പിടിച്ചിട്ട് ഒരു കണ്ടെയ്നറിൽ ഇട്ടു എന്ന് വിചാരിച്ചോ. കണ്ടെയ്നറിൽ ഇട്ട് കഴിഞ്ഞാൽ വിൽ ഇറ്റ് ഫിൽ ദ കണ്ടെയ്നർ? Will it take the shape of the container? Completely fill the container? No, ma'am. Rock എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ it will not take in the shape of the container. Liquid അല്ല, it will not fill the container. ലിക്വിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ, ലിക്വിഡ് ഇട്ടിട്ട് കുറേ നേരം, അപ്പോൾ അടിഭാഗത്തുണ്ടെന്ന് വിചാരിച്ചു, ഇതേപോലെ വെള്ളം ഇങ്ങനെ ഇട്ടു, ഞാൻ അടച്ചു വെച്ചു. ആഫ്റ്റർ സം ടൈം will it fill the container? No, ma'am. It will not fill the container because അതിന്റെ lower portion മാത്രമാണ് എടുക്കണേ. Because the particles-ന് ഒരു പരിധി കൂടുതൽ ഫ്രീഡം ഓഫ് മോഷൻ ഇല്ല. അതേസമയം നമ്മൾ താഴെ നിന്ന് കുറച്ച് ഊതി, ഇവിടെ അടച്ചു വെച്ചിട്ട് ഇവിടെ ഒരു ഓട്ട ഇട്ടിട്ട് ഇത് ഫുൾ എടുത്തിട്ട് ഞാൻ കുറച്ച് ഊതി. ഓക്കെ, സേ ഐ ഹാവ് എ വെരി ബാഡ് ബ്രെത്ത് എന്ന് വിചാരിച്ചോ. കുറച്ച് കഴിഞ്ഞിട്ട് ഈ മോളിൽ ആരെങ്കിലും മണത്ത് നോക്കിക്കഴിഞ്ഞാൽ വിൽ ദേ ഫീൽ ദാറ്റ് ബാഡ് ബ്രെത്ത്? Of course they will feel it. Why do you think so? Because the gas fills the container. മനസ്സിലായോ? The gas fills the container. Gas മോനെ എന്താ മോനെ? So it fills the container. Okay, why does it fill the container? Because നേരത്തെ അതേ സാധനം ഗ്യാസിന്റെ മോഷൻ is very very high. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. Movement of the particles is very high. Diffusion rate is very very high. That is why it fills the container. Now again compression. Compression എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അങ്ങനെ കംപ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റുക. പ്രഷർ കൊടുക്കുമ്പോൾ അടുത്തടുത്ത് കൊണ്ടുവരാൻ പറ്റുക. അതിനെയാണ് കംപ്രഷൻ എന്ന് പറയാം. ഓക്കെ, കേട്ടോ? കംപ്രഷൻ എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ ഇപ്പം സേ 2 പാർട്ടിക്കിൾസ് ദൂരെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഇവരെ 2 സൈഡിൽ നിന്ന് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കംപ്രസ് പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വരും. ആണോ അല്ലയോ? പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വരും. ഇങ്ങനെ അടുത്ത് വരാനുള്ള കഴിവിനെ കംപ്രസബിലിറ്റി എന്ന് പറയണേ. കംപ്രസബിലിറ്റി.
ശരി പറഞ്ഞേ, ആർക്ക് കൂടുതൽ കംപ്രസിബിലിറ്റി ഉണ്ടാവും? സോളിഡിനാണോ, ലിക്വിഡിനാണോ, ഗ്യാസിനാണോ? വേഗം ചാറ്റിലിട്ടോ. പറഞ്ഞു ഈശ്വരാനുഗ്രഹം കൊണ്ട് അതും തെറ്റാണ്. ഓക്കെ, സി, രണ്ട് പാർട്ടിക്കിൾസ് എടുത്തു എന്ന് വിചാരിച്ചോ, രണ്ട് പാർട്ടിക്കിൾസ് എടുത്തു ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്തു, രണ്ട് സൈഡിൽ നിന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇത് ഇനി അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവരാൻ പറ്റുമോ? ഇങ്ങനെ ഇരിക്കുന്ന ആർക്കാണ്? സോളിഡിനാണോ, ലിക്വിഡിനാണോ, അല്ല ഗ്യാസിനാണോ? ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്ന ആർക്കാ പാർട്ടിക്കിൾസ്? സോളിഡ്സിന്. അപ്പൊ കംപ്രസ് ചെയ്യാൻ പറ്റുമോ? ഇവരെ രണ്ട് സൈഡിൽ നിന്ന് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ കംപ്രസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇങ്ങനെ ഇരിക്കുന്ന ആർക്കാ പാർട്ടിക്കിൾസ്? അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് ഞാൻ പ്രഷർ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഒരെണ്ണത്തിന് ഞാൻ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് അടുത്തേക്ക് കൊണ്ടുവന്നു. ഈസ് ഇറ്റ് പോസിബിൾ ടു കംപ്രസ് ഇറ്റ്? ഇങ്ങനെ ഇരിക്കുന്ന ആർക്ക്? ഗ്യാസിന്. ഗ്യാസിന് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ പാർട്ടിക്കിൾസിനെ? സോ ഹൂ ഈസ് മോർ കംപ്രസിബിൾ? ഗ്യാസ് ഈസ് മോർ കംപ്രസിബിൾ. മനസ്സിലായോ എല്ലാവർക്കും? Okay, you got my point. Appo whole point about compressibility, it circles around what? The distance between the particles. Compressibility means applying pressure to reduce the distance between the particles. അതിന് ഡിസ്റ്റൻസ് ഉണ്ടാവണം പാർട്ടിക്കിൾസ് തമ്മിൽ. സോളിഡ്സിന് ഡിസ്റ്റൻസ് ഇല്ല, സോ ഇറ്റ് ഇസ് നോട്ട് കംപ്രസിബിൾ. ലിക്വിഡിന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് ഡിസ്റ്റൻസ് ഇല്ല, അത്രയും ആസ് ഗ്യാസ് ഇല്ല. പക്ഷെ ഗ്യാസിനാണെങ്കിലോ, ഗ്യാസിന് ഇഷ്ടംപോലെ ഡിസ്റ്റൻസ് ഉണ്ട്, സോ ഇറ്റ് ഈസ് ഈസിലി കംപ്രസിബിൾ. അപ്പോൾ ഈ ഗ്യാസ് കംപ്രസ് ചെയ്തേക്കുന്ന ഇൻസ്റ്റൻസസ് ഇഷ്ടംപോലെ നമുക്കറിയാം. നമ്മുടെ വീട്ടിൽ വരുന്ന LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, അത് ഹൈലി കംപ്രസ്ഡ് ആയിട്ട് സിലിണ്ടറിന്റെ ഉള്ളിൽ ഗ്യാസ് വെച്ചിട്ട് വരികയാണ്. ഗ്യാസിനെ കംപ്രസ് ചെയ്യും. ഓക്സിജൻ സിലിണ്ടേഴ്സ്, യു ആർ കംപ്രസിങ് ഓക്സിജൻ ആൻഡ് മേക്കിംഗ് ഇറ്റ് ടു ലിക്വിഡ് ഓക്സിജൻ ആക്കും, ലിക്വിഡ് ഹൈഡ്രജൻ ആക്കും. എന്നിട്ട് ഭയങ്കരമായിട്ട് പ്രഷർ വെച്ചിട്ട് അതിനെ ലിക്വിഡ് ആക്കി മാറ്റി, എന്നിട്ട് നമ്മൾ ഗ്യാസ് സിലിണ്ടേഴ്സിലേക്ക് നിറയ്ക്കും. സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസിയർ ടു ട്രാൻസ്പോർട്ട്. ഓൾസോ ഇറ്റ് ഈസ് ഈസിയർ. ഗ്യാസ് ആയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര വോളിയാണ്, അപ്പോൾ നമ്മൾ അത്രയും ഗ്യാസ് കൊണ്ടുപോകാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതിനെ കംപ്രസ് ചെയ്തിട്ട് ലിക്വിഡ് ആക്കാൻ പറ്റും. അപ്പോൾ ആ ലിക്വിഡിനെ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ആ കണ്ടെയ്നറിനെ നമുക്ക് പൊക്കിക്കൊണ്ട് ഗ്യാസ് കൊണ്ടുവരുന്ന ആൾക്കാർ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ കംപ്രസിബിലിറ്റി ഈസ് വെരി വെരി ഹൈ ഫോർ ഗ്യാസസ്. ഇനി അടുത്തത് എന്താ ഉള്ളത്? അടുത്തത് ഫ്ലൂയിഡിറ്റി. ഫ്ലോയിങ് നേച്ചർ ആർക്കുണ്ട്, ആർക്കില്ല പറഞ്ഞേ? ഫ്ലൂയിഡിറ്റി. അഗെയിൻ ദി ആൻസർ ഇസ് നോട്ട് കംപ്ലീറ്റ്. ഗ്യാസിനും ലിക്വിഡിനും ഫ്ലൂയിഡിറ്റി ഉണ്ടെന്ന് നമ്മൾ ഇപ്പം പഠിച്ചേ ഉള്ളൂ, അല്ലെ? കുറച്ച് മുമ്പല്ലേ നമ്മൾ പറഞ്ഞേ? ഇറ്റ് ഫ്ലോസ്, സംതിങ് വിച്ച് ഫ്ലോസ് ഇസ് നോൺ ആസ് ഫ്ലൂയിഡ്. ഗ്യാസ് ഫ്ലോ ചെയ്യും. വൈ? ബിക്കോസ് പാർട്ടിക്കിൾസ് ആർ മൂവിങ്, അതുകൊണ്ടാണ് ഫ്ലോ ചെയ്യുന്നത് പറയണേ. ലിക്വിഡ്, ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ, ഇറ്റ് ഓൾസോ ഫ്ലോസ്, അതുകൊണ്ടാണ് ഫ്ലൂയിഡിറ്റി ഉണ്ട്. അതേസമയം സോളിഡ് ഡസ് നോട്ട് ഫ്ലോ, സോളിഡ് ഇസ് റിജിഡ് ഇൻ നേച്ചർ. Now third part is density. ആരാണ് കൂടുതൽ? എന്താണ് ഡെൻസിറ്റി എന്ന് ശരിയാണ്. ഓക്കെ, solid has high density and liquid has low density. Now what do we mean by density? Okay, mass by volume is density എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്പൂണിൽ ഞാൻ തേൻ എടുത്തു എന്ന് വിചാരിച്ചോ, ഒരു സ്പൂണിൽ ഐ ടുക്ക് തേൻ. ഓക്കെ, ഒരു സ്പൂണിൽ ഞാൻ വെള്ളം എടുത്തു, ഒരു സ്പൂണിൽ ഞാൻ ഇരുമ്പില്ലേ, നമ്മുടെ അയൺ ഉരുക്കിയതെടുത്തു. ഓക്കെ, ഒരു സ്പൂണിൽ ഞാൻ സ്പേസിൽ നിന്ന് ബ്ലാക്ക് ഹോൾ എടുത്തു എന്ന് വിചാരിച്ചോ, ബ്ലാക്ക് ഹോളിൻ്റെ ഒരു സ്പൂൺ എടുത്തു എന്ന് വിചാരിച്ചോ. എല്ലാത്തിൻ്റെ വോളിയം ഇസ് ആക്ച്വലി സെയിം, ഒരു സ്പൂണാണ് വോളിയം. ബട്ട് ദെൻ മാസ് ഓഫ് തേനാണോ മാസ് ഓഫ് ഇരുമ്പ് ഉരുക്കിയത്? ഒരു സ്പൂണിൻ്റെ, ഒരു സ്പൂൺ ഇരുമ്പ് ഒരുക്കിയതിനും ഒരു സ്പൂണ് വെള്ളത്തിനും സെയിം ആയിരിക്കോ വെയിറ്റ്, മാസ്? ഒരു സ്പൂണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ വേ ആസ് മച്ച് ആസ് എർത്ത്. എർത്തിന്റെ വെയിറ്റ് ആയിരിക്കും ഒരു സ്പൂൺ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. സോ മാസ് പെർ വോളിയം ഇസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് തിങ്സ്. അത് ആർക്കാണോ കൂടുതൽ അവരാണ് ഡെൻസർ. സോ ഒബ്വിയസ്ലി ബ്ലാക്ക് ഹോൾ ഇസ് ഓഫ് ഹൈ ഡെൻസിറ്റി. ഈ പറയുന്ന തേൻ, ഹണി എന്ന് പറയുന്നത് ഇസ് മച്ച് മോർ ഡെൻസർ ദാൻ വാട്ടർ. ഈ പറയുന്ന അയൺ എന്ന് പറയുന്നത് മോൾട്ടൻ അയൺ ഇസ് മച്ച് മോർ ഡെൻസർ ദാൻ വാട്ടർ. യു ഗോട്ട് മൈ പോയിന്റ്? മാസ് ബൈ വോളിയം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പൂൺ സോളിഡ് എടുത്താൽ അതിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്, ബിക്കോസ് ഓൾ ദ പാർട്ടിക്കിൾസ് ആർ ഹെൽഡ് ടുഗെദർ. സോ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്, ആ പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ വെയിറ്റ് ഉണ്ടാവും. അതേസമയം ഒരു സ്പൂൺ ഗ്യാസ് എടുത്തു കഴിഞ്ഞാലോ വളരെ കുറവ് പാർട്ടിക്കിൾസേ ഉള്ളത്, പാർട്ടിക്കിൾസ് ആർ മൂവിങ്. സോ ഒബ്വിയസ്ലി density is very very less for gas. So density is mass by volume.
So since number of particles and ഈ പറയുന്നത് പോലെ particles are very closely packed for solid, it will have much higher mass per unit volume. അതുകൊണ്ട് it is of far more denser than gases. ഇതാണ് സംഭവം. ഇത്രയും സംഭവം മനസ്സിലായോ? സോളിഡിനും ലിക്വിഡിനും ഗ്യാസസിനും എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി? അപ്പോൾ അതിൽ തന്നെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ളത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇന്റർമോളിക്കുലർ സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്പേസ് കൂടുതലാണോ കുറവാണോ എന്നുള്ളതിനനുസരിച്ചിട്ട് റിജിഡ് സ്ട്രക്ചർ, ഫിക്സഡ് വോളിയം, കംപ്രഷൻ്റെ കാര്യം ഒക്കെ അതനുസരിച്ചിട്ടായിരിക്കും ഡിസൈഡഡ് ആണ്. അതുപോലെ രണ്ടാമത്തെ എന്തുകൊണ്ട് ഫാക്ടേഴ്സ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രോപ്പർട്ടി? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ദിസ് മീൻസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. Force of attraction between the particles, the space between the particles, amount of movement of particles. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസും സോളിഡ്സിനും ലിക്വിഡ്സിനും ഗ്യാസസിനും വരുന്നത്. കംപ്രസിബിലിറ്റി കൂടുതൽ ബിക്കോസ് സ്പേസ് ഇസ് മോർ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ലെസ്. അല്ല, മേജർലി കംപ്രഷൻ ഡീൽസ് വിത്ത് സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ. ഫിക്സഡ് വോളിയം ഈസ് ബിക്കോസ് സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഈസ് ഫിക്സ്ഡ്, അതുകൊണ്ട് വോളിയം ഈസ് ഫിക്സ്ഡ്. ഡെൻസിറ്റി തിക്ലി പാക്ഡ് ആണ് സോളിഡ്സിൽ, അതുകൊണ്ട് ഹൈലി ഡെൻസ്. ഫ്ലൂയിഡിറ്റി ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ കുറവാണ്, അതുകൊണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. സി ഓൾ ദീസ് ഫാക്ടേഴ്സ് ആർ ഡിസൈഡഡ് ബൈ the space between the particles, force of attraction between the particle and amount of movement between the particle. Amount of movement between the particles നെ വേറൊരു വാക്കാണ്, വേറൊരു രീതിയിൽ പറയുന്നതാണ് kinetic energy. Kinetic energy means the particles are always in motion. ആ മോഷൻ കാരണം അസോസിയേറ്റഡ് ആയിട്ടുള്ള എനർജി ഉണ്ട്, അതിനെയാണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട്. സോളിഡ്സിൻ്റെ ഷേപ്പ് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാറ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പാറ അതേപോലെ നിൽക്കും. അതേസമയം നമ്മൾ കുറേ പഞ്ചസാര എടുത്തിട്ട്, ഷുഗർ എടുത്തിട്ട് നിങ്ങളൊരു ജാറിലിട്ടു എന്ന് വിചാരിച്ചോ, ഉണ്ട ജാറിലിട്ടു, പഞ്ചസാര വിൽ ബി ഇൻ ഉണ്ട ഷേപ്പ്. ഒരു സിലിണ്ടറിക്കൽ ജാറിലിട്ടു, ഇറ്റ് വിൽ ബി ഇൻ സിലിണ്ടറിക്കൽ ഷേപ്പ്. അപ്പോൾ can you say പഞ്ചസാര solid? That sugar എന്ന് പറയുന്ന സോളിഡ് ആണ്. what we are telling is sugar in the individual crystals are not changing their shape. അല്ലേ, ഷുഗറിൻ്റെ കുഞ്ഞു മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്. obviously they are going to rearrange themselves and attain the shape of the bottle. No big deal, but individual crystals are not changing their shape. Now the second thing is, ഈ പറയുന്ന പോലെ സ്പോഞ്ചിൽ എയർ ഉണ്ട്. ഗൗരി, വെരി ഗുഡ്. ഈ പറയുന്ന പോലെ സ്പോഞ്ചിൻ്റെ ഉള്ളിൽ എയർ സ്പേസസ് ഉണ്ട്. ആ എയർ ആണ് നമ്മൾ ഈ പറയുന്ന പോലെ കംപ്രസ് ചെയ്യുമ്പോൾ എയർ പുറത്തേക്ക് പോകണം. That is why we are able to compress a sponge. Sponge in the allata particles, they are solid itself. It is just that there are a lot of air particles inside the sponge. That is why we are able to compress it. Now, as far as rubber band is concerned, rubber band has a property which is known as elasticity. Surya, എന്താ സൂര്യ അവിടെ കാര്യമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണേ? ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ റബ്ബർ ബാൻഡ് ഹാസ് സംതിങ് നോൺ ആസ് ഇലാസ്റ്റിസിറ്റി. ആസ് ലോങ് ആസ് ഫോഴ്സ് ഇസ് അപ്ലൈ, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ചേഞ്ചസ് ഇറ്റ് ഷേപ്പ്. ബട്ട് വെൻ ദ ഫോഴ്സ് ഇസ് റിലീസ്ഡ്, ഈ പറയുന്ന ഷേപ്പ് ഇസ് റീറ്റെയിൻഡ്. ബട്ട് ഇഫ് ദർ ഇസ് എക്സ്ട്രാ ഫോഴ്സ്, ദെൻ ആസ് എ നോർമൽ സോളിഡ്, ഏത് സോളിഡിനെ പോലെ ഈ പറയുന്ന പോലെ റബ്ബർ ബാൻഡ് ഓൾസോ ബ്രേക്സ്. ഓക്കെ, so rubber band, it has something known as elasticity, because of which force apply ചെയ്യുമ്പോൾ it tends to change its shape and force release ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്നത് പോലെ അത് regains its shape. So still the rubber band is solid. കേട്ടോ സിദ്ധാർത്ഥേ, റബ്ബർ ബാൻഡിന് ഒരു പ്രോപ്പർട്ടി ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്വഭാവം മാറില്ല, അതിനെ പിടിച്ച് ലിക്വിഡും ഗ്യാസും ഒന്നും ആക്കാൻ പാടില്ല. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ. ഇനിയുള്ളത് നമ്മൾ പറഞ്ഞു ലിക്വിഡിൽ നോ ഫിക്സഡ് ഷേപ്പ്, ബിക്കോസ് പാർട്ടിക്കിൾസിന് ഈ പറയുന്ന പോലെ ഫിക്സഡ് പൊസിഷൻ ഇല്ല, കുറച്ചൊരു ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ട്. സോ ഇറ്റ് ടേക്സ് എ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഓക്കെ, ആ കുറച്ച് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് അതിന് ഫിക്സഡ് ഷേപ്പ് ഇല്ലാത്തത്. ഫിക്സഡ് വോളിയം ഉള്ളത് ഭയങ്കരമായിട്ടുള്ള സ്പേസ് ഇല്ല. ഈവൻ ആ സ്പേസ് എന്ന് പറയുന്നത് ഓൺ ആൻ ആവറേജ് ദ സ്പേസ് ഇസ് ഫിക്സ്ഡ്, അതുകൊണ്ടാണ് വോളിയം ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നത്. സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് അത്രയ്ക്ക് അങ്ങോട്ട് സ്പേസ് ഇല്ല ലിക്വിഡിന്, അതുകൊണ്ടാണ് ഒരു പരിധി കൂടുതൽ അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റാത്തത്. ഡെൻസിറ്റി മീൻസ് അഗെയിൻ ഡെൻസിറ്റി ഈസ് ആൻ ആവറേജ്. സോളിഡിനേക്കാളും കുറവാണ്, ഗ്യാസിനേക്കാളും കൂടുതലാണ്. It does not have the capacity to fill the entire container because it does not have that high freedom of movement. അത്രയ്ക്ക് അങ്ങോട്ട് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇല്ല, ബിക്കോസ്
പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ചും കൂടുതൽ അട്രാക്റ്റ് ചെയ്യും, അത് ഈസിലി ഫ്ലോ ചെയ്യും. ഇനി ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ഗ്യാസിന് ഫിക്സഡ് ഷേപ്പില്ല, കാരണം ഇഷ്ടംപോലെ മൂവ് ചെയ്യാം, പാർട്ടിക്കിൾസിന് അട്രാക്ഷൻ വളരെ കുറവാണ്, ഈസിലി കംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ ആൻഡ് ഇതിന് ഫിക്സഡ് വോളിയം ഇല്ല, ബിക്കോസ് പാർട്ടിക്കിൾ തമ്മിലുള്ള സ്പേസ് ഇസ് നോട്ട് അറ്റ് ഓൾ ഫിക്സ്, ഇറ്റ് ക്യാൻ ഫിൽ ദി എൻറ്റയർ കണ്ടെയ്നർ. ഓൾറൈറ്റ്, ആൻഡ് ലോ ഡെൻസിറ്റി ആണ്. ആൻഡ് ദർ ഇസ് സംതിങ് നോൺ ആസ് ഗ്യാസ് പ്രഷർ. ഗ്യാസ് പ്രഷർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേ യു ഹാവ് ടേക്കൺ ഗ്യാസിനെ നമ്മളൊരു കണ്ടെയ്നറിൽ എടുത്തു, ഗ്യാസ് ഇസ് കംപ്ലീറ്റ്ലി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇറ്റ് ഗോസ് ആൻഡ് കൊളൈഡ്സ് വിത്ത് ഈച്ച് അതർ ആൻഡ് കൊളൈഡ്സ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നറിൻ്റെ വാൾസിലും പോയി കൊളൈഡ് ചെയ്യും. ഇങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ ദർ ഇസ് എ ഫോഴ്സ് വിച്ച് ഈസ് എക്സേർട്ടഡ്. ഓക്കെ, ആ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് പ്രഷർ എന്ന് പറയുക. എപ്പോഴും ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെ പ്രഷർ എന്ന് പറയാം. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ മീൻസ് വാട്ട്? ഇപ്പോൾ സേ നിങ്ങൾ ഫോഴ്സ് ഇങ്ങനെ കൈ വെച്ചിട്ട് താഴോട്ടൊന്ന് പ്രസ് ചെയ്തേ. ഓക്കെ, ദിസ് ഇസ് ഫോഴ്സ്. ഓക്കെ, ഇനി ഇതേ ഫോഴ്സ് ഈ ഭാഗത്ത് എത്ര നിങ്ങൾക്ക് ഫീൽ ചെയ്തു? ഈ ഒരു കുഞ്ഞു ഭാഗത്ത്, ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്തപ്പോൾ ഇവിടെ എത്ര ഫീൽ ചെയ്തു? ഫോഴ്സ് per unit area, this particular portion, how much force you felt, that is pressure. You got my point? Force per unit area, ഒരു particular ഏരിയയിൽ എത്ര ഫോഴ്സ് ഉണ്ടായിരുന്നു, അതിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയാം. സോ ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഗോസ് ആൻഡ് ഹിറ്റ്സ് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പോൾ ഒരു ഫോഴ്സ് എക്സേർട്ടഡ് ആവും, ആ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ ഗ്യാസ് പ്രഷർ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഓൾറൈറ്റ്, ഇത്രയും ഓക്കെ ആണോ? ഇനി കംപ്രസിബിലിറ്റിയുടെ ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. LPG ഗ്യാസ് ആണെങ്കിൽ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് ലിക്വിഡ് ആക്കിയിട്ടാണ് നമ്മുടെ വീട്ടിൽ ഗ്യാസ് വരുന്നത്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് മീഥെയിൻ ആണ് കൂടുതൽ കണ്ടന്റ്. അപ്പോൾ മീഥെയിൻ ഗ്യാസ് ഈ പശുവിൻ്റെ ചാണകത്തിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അതുപോലെ തന്നെ കുറേ ഉണ്ട്. ബയോഗ്യാസസിലൊക്കെ മീഥെയിൻ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. ഇറ്റ്സ് എൻ എക്സലൻറ്റ് ഫ്യൂവൽ. അപ്പോൾ കുറേ ഓട്ടോമൊബൈൽസിലൊക്കെ ഇപ്പോൾ CNG നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് കംപ്രസ് ചെയ്തിട്ട് സിലിണ്ടേഴ്സിൽ കൊടുക്കും. ഓക്സിജൻ സിലിണ്ടർ ഇസ് അവൈലബിൾ ഇൻ ഹോസ്പിറ്റൽ. അത് ഭയങ്കരമായിട്ട് കംപ്രസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കണത്. ഓൾറൈറ്റ്, ഇനി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, സോളിഡിൽ കമ്പാരിറ്റീവ്ലി ലെസ് ആണ്, ഗ്യാസിൽ ഭയങ്കര ഡിഫ്യൂഷൻ ആണ് എന്നുള്ളതും പറഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്തേ, ഇത്രയും നോട്ട്സ് ഞാൻ